ബഹുമാന്യരും പ്രിയരുമായുള്ള ചേർത്തലയിലെ എല്ലാ നല്ലവരായ മനുഷ്യരെയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരുമാണ്. ഓരോ ദിവസവും ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറെ വരുന്ന ഈ കാലഘട്ടത്തിൽ ജീവിതം വളരെ ദുഷ്കരമായി കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് ഒരു സമാധാനം, സന്തോഷം അത് ശരിയായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായും ഈ കാലഘട്ടത്തെ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് വാസ്തവമായും നാം പറഞ്ഞെന്നാൽ ലോകത്തിന്റെ സമാധാനം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എല്ലാ മനുഷ്യരും സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായ കാരണം. നാം എത്രയൊക്കെ സ്വരൂപിച്ചിട്ടും നമ്മുടെ ദൈനംദിനമായ ജീവിത ആവശ്യങ്ങൾക്ക് പോലും അത് തികയാതെ വന്ന് എല്ലാ രാത്രികളും വളരെയേറെ ചിന്തിച്ച് മടുത്ത് ഉറങ്ങുവാൻ ഭാരപ്പെടുന്നവരാണ്. കാരണം മനസ്സിനൊരു സമാധാനവുമില്ല. ഇന്നത്തെ കാര്യമല്ല, ഇന്നത്തെ തന്നെ എത്രയോ പ്രയാസങ്ങളും കഷ്ടവും നിറഞ്ഞതായിരുന്നു എന്ന് നാം ചിന്തിക്കും. ആയതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് ആശ്വാസം പകരേണ്ടതിനാണ് ദൈവം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നത് എന്ന് തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നാം ഇങ്ങനെ സമാധാനവും സന്തോഷവും അന്വേഷിച്ച് നടക്കേണ്ടവരല്ല. അത് നമ്മളിൽ തന്നെ ഉണ്ട്. അത് നമുക്ക് ഒന്ന് ബോധ്യപ്പെടുക മാത്രമാണ് ചെയ്യേണ്ടത് എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. നമുക്ക് സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു പോകാനുള്ള പ്രധാന കാരണം മനുഷ്യന്റെ ആത്മാവ് ശുദ്ധീകരണമില്ലാത്തതാണ്, ശുദ്ധിയില്ലാത്തതാണ്, അശുദ്ധമാണ്. അതിന് ബൈബിൾ പറയുന്നത് പാപമെന്നാണ്. പാപത്തിന് ശിക്ഷയുണ്ട്. പാപിക്ക് രക്ഷയും നിത്യമായ സ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയും. ദൈവത്തിന്റെ സ്നേഹം നിത്യസ്നേഹമാണ്. ആ സ്നേഹം നാം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ജീവിച്ചിരിക്കണം. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ കഷ്ടത അനുഭവിക്കുവാൻ മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവികമായ സന്തോഷവും സമാധാനവും സ്നേഹവും ദൈവത്തിന്റെ അനുഗ്രഹവും എനിക്ക് മാത്രമല്ല തലമുറകൾക്കും അത് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ് എന്ന് നാം അറിയായ്മ കൊണ്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. നിത്യമായ സ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുന്നത് പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യമാണ്. ഈ 3-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരം പറഞ്ഞു തന്നെയാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം നാം അറിയുന്നു. അതിനെ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുമില്ല. നാം നമ്മുടെ ബലം, കഴിവ്, ബുദ്ധി ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് പലയിടത്തും നാം ഇടറി വീഴുന്നത്. സഹായിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നാം പലപ്പോഴും തിരയാറുണ്ടെങ്കിലും ആരും കാണുകയില്ല എന്നുള്ളത് വസ്തുത ശരി തന്നെയല്ലേ? ദൈവം നീതിമാനാണ്. ദൈവം പാപത്തെ ശിക്ഷിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രയെന്ന് ഇവിടെ ബൈബിൾ പറയുന്നു. നമ്മുടെ ഈ ലോകത്തിൽ തന്നെ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുവാൻ ഇവിടെ നിയമമുണ്ട്. അപ്പോൾ സകലത്തിന്റെയും
ഉടമസ്ഥനായ ദൈവത്തോട് വിരോധം, ശത്രുത കാണിക്കുന്നവരല്ലെങ്കിൽ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന മനുഷ്യർക്ക് ദൈവത്തിൽ നിന്നുള്ള ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരും. അതാണ് നമ്മുടെ സമാധാനവും നമ്മുടെ സന്തോഷവും നമ്മുടെ അനുഗ്രഹവും ഒക്കെ പ്രിയമുള്ളവരെ നഷ്ടപ്പെട്ടു പോകുവാൻ കാരണം. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം പറയുന്നത് അപ്രകാരം. അതായത് ആത്മീയ മരണവും ദൈവത്തിൽ നിന്നുള്ള അകൽച്ച, പിന്നെ ശാരീരിക മരണവും തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കാതെ വിടുകയുമില്ല. തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ ശിക്ഷിക്കും, ദൈവത്തിന് അതിന് അധികാരമാണ്. കാരണം മനുഷ്യവർഗത്തിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശ് മരണം എന്തിനായിരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടവരാണ്. നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്. ആ യേശു എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത് എന്ന് ആരെങ്കിലും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നുവെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടു. അവർ നിത്യതയിൽ ദൈവത്തോടു കൂടെ വസിക്കും. അവരുടെ ഈ ലോക ജീവിതത്തിൽ വലിയ പ്രത്യാശയുള്ളവരായിരിക്കും. കാരണം എനിക്കൊരു ദൈവം ഉണ്ട്, ആ ദൈവം ജീവിക്കുന്നു. കർത്താവ് വീണ്ടും വരുന്നത് മറ്റൊന്നിനുമല്ല, യേശുവിൽ വിശ്വസിച്ച് മരിച്ചവരെയും യേശുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്ത് കൊണ്ടുപോകുവാനാണ്. ഇനി പ്രിയമുള്ളവരെ, പാപപരിഹാരത്തിന് വേണ്ടി ഒരു യാഗമില്ല. ആ യാഗമെല്ലാം യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ് പീലാത്തോസിന്റെ അരമന മുതൽ ഗൊൽഗോഥ എന്ന് പറയുന്ന തലയോടിടം വരെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കുരിശ് ചുമന്നതും അടിവാങ്ങിച്ച് അവന്റെ ശരീരം മുഴുവൻ ഉഴവുചാല് പോലെയായിരുന്നു എന്നാണ് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. അവനെ കണ്ടാൽ മനുഷ്യനാണെന്ന് പോലും പറയാത്ത വിധം മനുഷ്യർ തന്നെ ഒരു മനുഷ്യനെ അതിക്രൂരമായി ഉപദ്രവിച്ച് ഒടുവിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കുകയും ചെയ്തു. അത് മറ്റൊന്നിനും വേണ്ടി ആയിരുന്നില്ല, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി. ദൈവമായ കർത്താവ് രണ്ടാമത് വരുമ്പോൾ അവനോട് കൂടെ നാം നിത്യതയിൽ വാഴേണ്ടതിനു വേണ്ടി. കാരണം ഈ ലോക ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതാണെങ്കിൽ വരുവാനിരിക്കുന്ന ലോകം അതൊന്നുമില്ല. അവിടെ ദൈവത്തോടു കൂടെയുള്ള വാസം. കാരണം ഇവിടെ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത്. ഇവിടെ നാം മരിക്കുകയല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജഡം ഇവിടെ ഉപേക്ഷിക്കുകയാണ്. മനുഷ്യന്റെ ആത്മാവിന് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. കാരണം അത് ദൈവത്തിൻ്റെതാണ്, ദൈവമാണ് അതിന്റെ ഉടമസ്ഥൻ. അത് ദൈവത്തിന്റെ അടുത്തേക്ക് തന്നെ കടന്നു പോകുകയും ചെയ്യും എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുവാൻ കഴിഞ്ഞത്, അതായത് ആത്മീയ മരണവും ദൈവത്തിൽ നിന്നുള്ള അകൽച്ച തന്നെയാണ്. പിന്നെ ശാരീരിക മരണവും തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കാതെ വിടുകയില്ല. പുറപ്പാട് പുസ്തകം 34:7 പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത് നമുക്ക് ലഭിക്കുന്ന സമാധാനമാണ്. നമുക്ക് പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു നല്ല മനസ്സ് ഉള്ളതാണ്. അത് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ പ്രിയമുള്ളവരെ, യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ യേശുവിന്റെ സ്നേഹം നമ്മളിൽ കൂടി മറ്റുള്ളവർക്ക് അനുഭവിക്കുവാൻ കഴിയും. അതാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുവിൻ എന്ന്. അപ്പോൾ നാം തമ്മിൽ സ്നേഹമില്ലാത്തവരായത് എന്തുകൊണ്ട്? നമ്മളിൽ അടങ്ങിയിരിക്കുന്നതായ പാപം നിമിത്തം. അത് ദൈവത്തിന് വിരോധമാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, സകല മനുഷ്യരെയും. അതാണ് യേശുവിനെ കുരിശോട് ചേർത്ത് അണുതറച്ചപ്പോൾ യേശു പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായോ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. അങ്ങനെ തന്റെ വേദനയിൽ തന്നെ ഉപദ്രവിക്കുന്നവരെ പോലും അവർക്ക് ആശ്വാസവും അവരോടൊരു കോപമോ അല്ലെങ്കിൽ പരിഭവമോ ഒരു വിരോധമോ ഒന്നും മനസ്സിൽ വയ്ക്കാതെ അവരെയും യേശു സ്നേഹിക്കുകയാണ്.
ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളെ വളരെ പ്രത്യാശയുള്ള ഒരു ജീവിതം നയിക്കുവാൻ പ്രേരകമായി തീരട്ടെ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉറവിടമായി തീരട്ടെ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും കാത്തു പരിപാലിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഈ ദേശത്തുള്ള തിരുവചനം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ വ്യാപാരം ചെയ്യുന്ന ഓരോരുത്തരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മറ്റിതര ജോലികളെല്ലാം ചെയ്യുന്നവർക്ക് കർത്താവയോട് നിന്നുള്ള ആരോഗ്യവും ബലവും സമാധാനവും അവർക്ക് സന്തോഷവും അവരുടെ ആവശ്യങ്ങളുടെ മേലെല്ലാം ദൈവം അവരെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു.